ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ മെൻസ്ട്രൽ കപ്പ് ടീനേജേഴ്സിന് പറ്റുമോ എന്നുള്ളൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കുറേ പേര് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിന് മുന്നേ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് മെൻസ്ട്രൽ കപ്പിനെ പറ്റി വീഡിയോ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലും ഡൗട്ട്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ മെൻസ്ട്രൽ കപ്പിനെ കുറിച്ചുള്ള മാക്സിമം ഡൗട്ട്സ് നമുക്ക് ഇന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിശ്വസിക്കുന്നു. ബിക്കോസ് അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള, വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്. പക്ഷെ പലർക്കും അതിൻ്റെ പേടി കൊണ്ടോ ശരിക്കും അറിവില്ലായ്മ കൊണ്ടോ പലരും അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതൊക്കെ ഒന്ന് മാറിക്കിട്ടട്ടെ എന്ന് വിചാരിച്ച് എല്ലാവർക്കും ഇത് അത്രയും ഇഷ്ടപ്പെടണം എന്നില്ല. കുറച്ച് പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർക്ക് ഇത് ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അങ്ങനെയുള്ളവർ നമുക്ക് ഏതാണോ ഇഷ്ടം, ഏതാണോ കംഫർട്ടബിൾ, ആ രീതിയിൽ ചെയ്യാം. പാഡാണ് ഇഷ്ടമെങ്കിൽ പാഡ് തന്നെ ഉപയോഗിക്കാം. ഇതെല്ലാം പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷേ ഈ സംഭവം ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് 90% ആൾക്കാർക്കും ഇത് തന്നെയായിരിക്കും ഇഷ്ടപ്പെടുക. മെൻസ്ട്രൽ കപ്പ് തന്നെയായിരിക്കും ഇഷ്ടപ്പെടുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കമൻസിലേക്ക് പോവാം കേട്ടോ. Mubashiriana, the stem of that cup is poking my vaginal opening, so it is hurting and makes me uncomfortable. Then is there any problem for that? അതായത് സ്റ്റെം എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ സ്റ്റെം എന്ന് പറഞ്ഞ സംഭവം. ചില കപ്പിന് ഇത് കുറച്ച് നീളം കൂടുതലായിരിക്കും. ഇത് നമ്മൾ വെക്കുന്നത് വെജൈനയിലാണ്, സെർവിക്സിൻ്റെ ഓപ്പണിങ്ങിൻ്റെ താഴെ. അപ്പോൾ ഇത് താഴേക്ക് തൂങ്ങി നിൽക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് വേദന ഉണ്ടാവാം. അപ്പോൾ നമുക്ക് എന്താ സൊല്യൂഷൻ എന്ന് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ കപ്പിന് സ്റ്റെമ്മിന് അധികം നീളമില്ല. അപ്പോൾ സ്റ്റെം അധികം നീളമില്ലാത്ത കപ്പ് വാങ്ങിയാൽ നിങ്ങൾക്ക് ഈ പ്രോബ്ലം സോൾവ് ആക്കാൻ പറ്റും. ഈ സ്റ്റെമ്മിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ പിടിച്ചെടുക്കാൻ വേണ്ടിയാണ്. അതിനങ്ങനെ നീളമുള്ള സ്റ്റെം അത്ര വേണം എന്നില്ല. അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ തന്നെ ശരിക്കും നമ്മുടെ പേർപ്പസ് സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ. ദെൻ മരിയാണ്, യൂട്രസ് പ്രോബ്ലംസ് ഉണ്ടാകുമോ, പ്രഷർ ഫീൽഡ് അല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ യൂട്രസ് പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. പിന്നെ എപ്പോഴും നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ സാധനത്തിന് നേരെ ഇങ്ങ് എടുക്കുമ്പോൾ ഒറ്റ പിടിച്ചിങ്ങനെ വലിച്ചെടുക്കരുത്. ഇവിടെ നമ്മളൊന്ന് ആ പ്രഷർ കളയണം. അതായത് ഇതിൻ്റെ ഉള്ളിൽ ബ്ലഡ് ഉണ്ടെങ്കിൽ പ്രഷർ എടുക്കുമ്പോൾ ഇവിടെ ഒന്ന് അമർത്തി പിടിച്ച് ഈ പ്രഷർ കളഞ്ഞ ശേഷം വേണം നമ്മൾ എടുക്കാൻ. പിന്നെ ഇത് എന്നും ഉപയോഗിക്കുന്ന സ്ഥലമല്ല. മാസത്തിൽ നമുക്ക് ആകെ ഒരു 4-5 ദിവസമല്ലേ നമ്മളിത് ഉപയോഗിക്കുന്നുള്ളൂ. എടുക്കുമ്പോഴും ഇതൊന്ന് പ്രഷർ റിലീഫ്, ഇങ്ങനെ പ്രഷർ ഒന്ന് കളഞ്ഞിട്ട് പതുക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ദെൻ അടുത്തതാണ് ബിലാൽ എന്നുള്ളൊരു ഐ ഡി നിന്നാണ്. ഞാൻ മെൻസ്ട്രൽ കപ്പ് ഇപ്പോഴാണ് വാങ്ങിയത്. ലാർജ് ആണ് സൈസ്. യൂസ് ചെയ്യുമ്പോൾ സ്റ്റെം കംപ്ലീറ്റ് പുറത്താണുള്ളത്. ഫുള്ളായിട്ട് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. മീഡിയം സൈസ് വാങ്ങിയാൽ അതിന് പറ്റുമോ, എന്തുകൊണ്ടാണ് ഫുള്ളായിട്ട് ഉള്ളിലേക്ക് ഇൻസേർട്ട് ആവാത്തത് എന്നുള്ളതാണ്. അപ്പോൾ ഫുൾ ഇൻസേർട്ട് ആവാത്തതിൻ്റെ റീസൺ ഇതിൻ്റെ സൈസ് അപ്രോപ്രിയേറ്റ് അല്ല എന്നുള്ളതാണ്. ചിലപ്പോൾ ലാർജ് വാങ്ങിയാൽ നമുക്ക് ചിലപ്പോൾ മീഡിയം വാങ്ങിയാൽ ഫുൾ കറക്റ്റായിട്ട് വെക്കാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റെമ്മോ നല്ല ലോങ് സ്റ്റെമ്മുള്ളത് വാങ്ങാണ്ടിരുന്നു നോക്കൂ. അപ്രോക്സിമേറ്റ്ലി ഇത്ര സൈസിലൊരു സ്റ്റെം ആണെങ്കിൽ പാകത്തിന് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ദെൻ ഷബിനെയാണ്, ഐ ഓർഡർ ഫ്രം വോ, ഇറ്റ് വാസ് മീഡിയം, ഈസ് ഇറ്റ് ഓക്കെ ഫോർ മീ, നോർമൽ ഡെലിവറിയാണ്, താങ്ക്സ് ഫോർ ദ വീഡിയോ, ഓൾ ഡൗട്ട്സ് ക്ലിയർ. താങ്ക് യു മാഡം, ലവ് യു. ഓക്കെ ഷബ്ന, ലവ് യു ടു. പിന്നെ നോർമൽ ഡെലിവറിക്ക് മീഡിയം മതിയാവും. നിങ്ങളൊന്ന് ഇട്ട് നോക്കൂ. ഉപയോഗിച്ചിട്ട് പറ്റുന്നില്ലെങ്കിൽ നെക്സ്റ്റ് അതായത് ലാർജ് സൈസിലേക്ക് പോകേണ്ടി വരും കേട്ടോ. ദെൻ പിന്നെ എല്ലാം കുറേ ഇങ്ങനെ താങ്ക് യു ഡോക്ടർ, താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ അതെല്ലാം ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകുന്നത്. റിട്രോവേർട്ടഡ് യൂട്രസ് ഉള്ളവർക്ക് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാൻ പറ്റും. റിട്രോവേർട്ടഡ് ആൻറ്റിവേർട്ടഡ് എന്ന് പറഞ്ഞാൽ യൂട്രസിൻ്റെ 2 സെപ്പറേറ്റ് പൊസിഷൻസ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുന്ന യൂട്രസിനാണ് റിട്രോവേർട്ടഡ്. നമ്മൾ പറയാൻ ശരിക്കും ഈ കപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ വജൈനയിലല്ലേ വെക്കുന്നത്. യൂട്രസ് എങ്ങനെ ഇരുന്നാലും അതിൻ്റെ സെർവിക്സ് വജൈനയിലായിരിക്കും. വജൈനയിൽ ഇത് വെക്കുമ്പോൾ സെർവിക്സിൽ നിന്ന് ബ്ലഡ് വന്നാൽ അതിനെ കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ പൊസിഷൻ ഓഫ് യൂട്രസ് ഇത് മാറ്റർ ചെയ്യുന്നുണ്ടാവില്ല. പിന്നെ അഞ്ജനയാണ്, ഡോക്ടർ സി സെക്ഷൻ കഴിഞ്ഞാൽ എത്ര നാളിന് ശേഷം മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാം? എപ്പോഴും ഞാൻ പറയും, ഈ സി സെക്ഷൻ കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനോട് ഡിസ്കസ് ചെയ്യണം. ഓരോരുത്തരും വ്യത്യസ്തമാണ്. നിങ്ങളുടെ എന്തൊക്കെയായിരുന്നു ആ ബുദ്ധിമുട്ട് സി സെക്ഷൻ്റെ സമയത്ത് എന്നുള്ളത് നിങ്ങളുടെ ഡോക്ടർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാ കാര്യങ്ങളും അവരോട് ഡിസ്കസ് ചെയ്യുക. 6 ആഴ്ചയാകുമ്പോഴാണ് യൂട്രസ് ആ പൊന്തി നിന്ന സ്ഥലത്ത് നിന്ന് താഴേക്ക് വരുന്നത്. 6 ആഴ്ച കഴിയുമ്പോഴാണ് യൂട്രസ് പഴയ സ്ഥിതിയിലേക്ക് ആവുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് അപ്പം വെക്കാം. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറോട് ചോദിക്കണം. ജനറലി ഏകദേശം ഒരു 3 months എന്ന് വെച്ചോളൂ. 3 months കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നതുകൊണ്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ദെൻ പിന്നെന്താ ചോദിച്ചിരിക്കുന്നത്, അഖിലനാണ്. മാം ഞാൻ 34 years ഡെലിവറി കഴിഞ്ഞതാണ്. എനിക്ക് OPSN ഓപ്പൺ ആവുന്നില്ല. ആകെ ഇതാണ് ട്രൈ ചെയ്തു മടുത്തു എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്കത് മെൻസ്ട്രൽ കപ്പുമായിട്ട് റിലേറ്റഡ് ആണോ എന്താണെന്ന് അറിയില്ല. ഓപ്പൺ എന്നല്ല OPSN എന്നാണ് എഴുതിയിരിക്കുന്നത്. സോറി കേട്ടോ, എനിക്ക് കമൻറ്റ് മനസ്സിലായില്ല.
പിന്നെ അനിലയാണ്. എൻ്റെ രണ്ടാമത്തെ ഡെലിവറി കഴിഞ്ഞു. വജൈനയിൽ ബ്ലാഡർ വന്നിരിക്കുകയാണ്. അതായത് വജൈനയിൽ തൊട്ട എന്തോ ഒന്ന് പുറത്തേക്ക് നീങ്ങിയിരിക്കുന്ന പോലെ എക്സൈൻ ഡോക്ടർ പറഞ്ഞു ഈ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാവോ? ഡോക്ടർ കുഴപ്പമുണ്ട്, അപ്പോൾ 6 മാസമായി ഇതിനൊരു മാറ്റവുമില്ല, ഭാവിയിൽ പ്രോബ്ലം ആകുമോ? ഇതൊരു മെഡിക്കൽ കണ്ടീഷനാണ്. ബ്ലാഡർ കണ്ട് തള്ളി വരുന്ന കേസിൽ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റുമായിട്ട് സംസാരിച്ചിട്ട് വേണം ഡിസൈഡ് ചെയ്യാൻ കേട്ടോ. അതെനിക്കൊരിക്കലും അത് നിങ്ങളുടെ മെഡിക്കൽ കണ്ടീഷൻ അറിയാത്തതുകൊണ്ട് എനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. പിന്നെ ഷീജിയാണ്. മാം ഇപ്പം നമുക്ക് ഇത് വെച്ചാൽ മെൻസ്ട്രൽ കപ്പ് വെച്ചാൽ പി ചെയ്യാനുള്ള ടെൻഡൻസി വന്നാൽ എന്ത് ചെയ്യും? പി ചെയ്യാനുള്ള ടെൻഡൻസി എന്നാൽ മൂത്രം ഒഴിക്കാനുള്ള ഓപ്പണിങ് വേറെയാണ്. അപ്പോൾ നിങ്ങൾക്ക് മൂത്രം ഒഴിക്കാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നോർമൽ രീതിയിൽ മൂത്രം ഒഴിക്കാൻ ഒന്നും സംഭവിക്കില്ല. മനസ്സിലായില്ലേ? ഇത് അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുമ്പോൾ മൂത്രം ഒഴിക്കുമ്പോൾ ഇത് പുറത്തേക്ക് വരുമൊന്നുമില്ല. നോർമൽ ആൾക്കാർക്ക് ഇത് പുറത്തൊന്നും വരില്ല. പിന്നെ നിങ്ങൾക്ക് മൂത്രം ഒഴിക്കുന്ന ഓപ്പണിങ് വേറെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതും ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല, യാതൊരു വരെയും ആവശ്യമില്ല. ദെൻ മാം യൂട്രൻ പ്രൊലാപ്സ് വരുമ്പോൾ ഞാൻ 2 മാസം യൂസ് ചെയ്യുന്നു. ഇന്ന് റിമൂവ് ചെയ്തപ്പോൾ യൂട്രസ് താഴോട്ട് വരുന്ന പോലെ ഒരു ഫീൽ. യൂട്രസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അവയവം പലതരം ലിഗമെൻറ്റുമായിട്ട് നന്നായിട്ട് പ്രൊട്ടക്റ്റഡ് ആയിട്ട് കെട്ടിവെച്ച പോലെ മുകളിൽ നിൽക്കുകയാണ്. നമ്മളിത് യൂട്രസിലും അല്ല നമ്മൾ വെക്കുന്നത്, വജൈനയിലാണ് വെക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു പ്രഷർ റിലീഫ് എടുത്തിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. നിങ്ങൾ ഒറ്റയടിക്ക് ഭയങ്കര ഫോഴ്സ് എടുത്ത് വലിക്കാതിരിക്കുക. ഇതൊക്കെ നമ്മൾ പ്രിക്കോഷനാണ്. അതായത് ഇങ്ങനെ വലിച്ചപ്പോൾ തന്നെ യൂട്രസ് താഴേക്ക് വരാൻ അങ്ങനെ വെച്ചിരിക്കുന്ന ഒരു സാധനമല്ല. പക്ഷെ നമ്മൾ എപ്പോഴും എല്ലാ കാര്യത്തിലും ശ്രദ്ധ ചെലുത്തതുപോലെ ഇതിലും ശ്രദ്ധ ചെലുത്തിയാൽ മതി. പിന്നെ അടുത്തത് ഞാൻ ആൽഫി എന്നുള്ള ID ഞാൻ 2 കൊല്ലമായി യൂസ് ചെയ്യുന്നു. ഇപ്പോൾ എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞു. നോർമൽ ഡെലിവറിയാണ്. ഇപ്പോൾ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാമോ എന്നുള്ളതാണ്. ഡെലിവറി കഴിഞ്ഞ് നിങ്ങളുടെ ഡോക്ടറോട് നിങ്ങളൊന്ന് ചോദിച്ചോളൂ, അല്ലെങ്കിൽ 3 മന്ത്സ് കഴിയുമ്പോൾ യൂസ് ചെയ്താൽ മതി. പിന്നെ ഇപ്പോഴൊക്കെ ബ്ലീഡിങ് നിന്ന് കാണുമല്ലോ. പിന്നെ ഇത് ചിലർക്ക് നിന്നിട്ടുണ്ടാവില്ല, എന്നാലും മെജോറിറ്റിക്ക് നിന്ന് കാണും. അപ്പോൾ മെൻസ്ട്രൽ കപ്പിൻ്റെ ഒരു ഉപയോഗം ഉണ്ടോ എന്നുള്ളതാണ് എനിക്കൊരു ഡൗട്ട്. ദെൻ അനൈന എന്നുള്ള ID ആണ്. കോപ്പർ ടീ ഇട്ടവർക്ക് യൂസ് ചെയ്യാവോ? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ജനറലി കോപ്പർ ടീ ഇട്ടവർക്ക് ഉപയോഗിക്കാം, യാതൊരുവിധ കുഴപ്പമില്ല. എല്ലാവരുടെയും സംശയം അതിൻ്റെ ഒരു ചെറിയ ത്രെഡ് താഴേക്ക് നീങ്ങിക്കിടന്ന് ഇതും കൂടി വലിച്ചാൽ പോരുമോ എന്നുള്ളതാണ്. എല്ലാവർക്കും ജനറലി അങ്ങനെ സംഭവിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് എടുക്കുന്ന ടെക്നിക്ക് നിങ്ങൾ പ്രോപ്പറായിട്ട് സാധാരണ ശരിക്കും പ്രോപ്പറായിട്ട് തന്നെ എടുത്തു കഴിഞ്ഞാൽ യാതൊരുവിധ പ്രശ്നവുമില്ല. പിന്നെ ശ്രീഷ മാം, ഞാൻ ഇപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത്. എനിക്ക് 29 വയസ്സുണ്ട്. എൻ്റെ ഹൈറ്റും വെയിറ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്. 2 മക്കളുണ്ട്, 2 സിസേറിയനാണ്. എനിക്ക് ഏത് സൈസാണ് യൂസ്ഫുൾ എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ജനറലി 2 CS ആയതുകൊണ്ട് നിങ്ങൾക്ക് മീഡിയം സൈസ് വാങ്ങി നോക്കൂ. ഇനി അത് കയറ്റാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ സ്മോൾ സൈസിലേക്ക് പോകണം. സ്മോൾ വേണ്ടി വരില്ല. അല്ല വല്ലാണ്ട് ലീക്കിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ലാർജിലേക്ക് പോകേണ്ടി വരും. രണ്ടും C-സെക്ഷൻ ആയതുകൊണ്ട് മീഡിയം ആയിരിക്കും നന്നാവുക. ദെൻ സംഗീത് എന്നുള്ള ID മാഡം, പ്രഗ്നൻസിക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർ യൂസ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമുണ്ട്? പ്രഗ്നൻസി ആവാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർക്ക് ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പീരിയഡ് സമയത്തല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. പ്രഗ്നൻ്റ് ആയവർക്ക് പിന്നെ അതിൻ്റെ ഒരു ആവശ്യമില്ല. എനിക്ക് ഡൗട്ട് ക്ലിയർ ആയത് പ്രഗ്നൻസിക്കുള്ള ട്രീറ്റ്മെൻറ്റ്, അതായത് പ്രഗ്നൻ്റ് ആവാനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ പ്രശ്നമൊന്നുമില്ല. പിന്നെ എല്ലാം താങ്ക് യു എന്നുള്ളതാണ്. പിന്നെ C-സെക്ഷൻ കഴിഞ്ഞ് എത്ര മാസം മുതൽ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഒന്ന്. പിന്നെ ഞാൻ ലാർജ് മേടിച്ചു, ഇൻസേർട്ട് ചെയ്തു. ബട്ട് അതിൻ്റെ ഒരു പേടി ഇത് ഉള്ളിലേക്ക് കയറി പോകുമെന്ന്. നമ്മൾ വെക്കുമ്പോൾ ആ ടിപ്പ് മാത്രമല്ലേ പുറത്ത് വരുള്ളൂ, അതുകൊണ്ട് പേടിയാണ് കയറി പോകുമോ എന്നുള്ളത്. നല്ലൊരു ജെന്യൂൻ ആയിട്ടുള്ളൊരു ഡൗട്ടാണ്. ഇത് വെച്ച് കഴിഞ്ഞത് കയറി പോകുമോ എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് യൂട്രസ് ഇങ്ങനെയുണ്ട്. യൂട്രസിൻ്റെ ഈ കവാടമാണ് നമ്മൾ ഈ സെർവിക്സ് എന്ന് പറയുന്നത്. സെർവിക്സിൻ്റെ താഴെയുള്ള സ്ഥലമാണ് വജൈന. നിങ്ങൾ ഈ വെക്കുന്നത് ഇങ്ങനത്തെ സൈസുള്ള കപ്പ്, എത്ര സൈസ് കപ്പാണ് നമ്മൾ വജൈനയിലാണ് വെക്കുന്നത്, അത് ഈ ഗർഭാശയ മുഖത്തിലൂടെ സെർവിക്സിലൂടെ ഉള്ളിലേക്ക് കയറിപ്പോവില്ല. അതിങ്ങനെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. ഇതിന് കയറിപ്പോവാനുള്ള സ്പേസ് ഇല്ല. അതുകൊണ്ട് യാതൊരുവിധ പേടിയും വേണ്ട. അതങ്ങ് ഉള്ളിലേക്ക് പോയി പോയി അവിടെ സ്റ്റക്കായിട്ട് ഓപ്പറേഷൻ അങ്ങനെയൊക്കെ വേണ്ടി വരുമോ എന്നൊക്കെയുള്ള യാതൊരുവിധ പേടിയും വേണ്ട. ഉള്ളിലേക്ക് കയറിപ്പോവില്ല. ഇത് നിൽക്കുന്നത് നമ്മുടെ വജൈനയിൽ തന്നെയായിരിക്കും. നിങ്ങൾക്ക് പിന്നെ തൊട്ട് നോക്കുമ്പോൾ ഈ ടിപ്പ് മാത്രമായിരിക്കും തൊട്ട് നോക്കാൻ കിട്ടുക. അപ്പോൾ ഒന്ന് നമ്മൾ ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്ന സ്റ്റൈലിൽ ഏതാണോ കംഫർട്ടബിൾ, ചിലർക്ക് അങ്ങനെ ഇരിക്കണം എന്നില്ല, വെസ്റ്റേൺ ക്ലോസറ്റിൽ
ക്ലോസറ്റിലിരുന്നാലും മതിയാവും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കാല് കുറച്ച് ഹൈറ്റിൽ കയറ്റി വെച്ചിട്ട് ക്ലോസറ്റ് സീറ്റിൽ കയറ്റി വെച്ചിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഒരു പൊസിഷനിൽ നിന്നിട്ട് ഒന്നൊന്ന് മുക്കിയ ശേഷം ഇതിൻ്റെ പ്രഷർ ഇങ്ങനെ പതുക്കെ ഒന്ന് ഇങ്ങനെ റിലീസ് ചെയ്ത ശേഷം നിങ്ങൾക്ക് പതുക്കെ അത് വലിക്കാവുന്നതാണ് കേട്ടോ. അത്രയും സിമ്പിളാണത്, അല്ലാണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ദെൻ ഞാൻ 30 years old ആണ്. ഒരു സിസേറിയൻ കഴിഞ്ഞു, അണ്ടർ വെയിറ്റ് ഉള്ളൂ. സോ മീഡിയം വാങ്ങി, ബട്ട് അത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. സ്മോൾ വാങ്ങണോ എന്നുള്ളതാണ് കേട്ടോ. ബിക്കോസ് ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. മീഡിയം തന്നെ ആയിരിക്കും ബെസ്റ്റ്. ഇനി പറ്റുന്നില്ലെങ്കിൽ സ്മോൾ ട്രൈ ചെയ്യും. പിന്നെ എനിക്ക് 32 വയസ്സുണ്ട്. വർക്ക് 2 ഓപ്പറേഷൻ ആണെങ്കിലും ഫസ്റ്റ് ഡെലിവറിയിൽ യോനിയിൽ സ്റ്റിച്ച് ഉണ്ട്. എനിക്ക് ഏത് ടൈപ്പ് കപ്പ് വേണ്ടി വരും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അധികം മീഡിയം വാങ്ങിയാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രശ്നം എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ആദ്യത്തെയോ ലാസ്റ്റിലേക്കോ വാങ്ങാം. പിന്നെ ലാർജ് വാങ്ങാം ലീക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ല പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സ്മോളിലേക്ക് മാറാം. അപ്പോൾ നമുക്ക് എന്താണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് വെച്ചാൽ നമ്മൾ പീരിയഡ്സ് ഡേറ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ അല്ലാണ്ട് തന്നെ ഒന്ന് വെച്ച് നോക്കാം. അപ്പോൾ ആ ഇൻസേർഷൻ വെക്കുന്ന ടെക്നിക്കും എടുക്കുന്ന ടെക്നിക്കും ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ പീരിയഡ്സ് ആകുമ്പോൾ നമുക്ക് ആ ഒരു സ്ട്രെസ് ഒഴിവാകും. ഇനി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് ലൂബ്രിക്കൻ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് തേച്ച് നോക്കാം കേട്ടോ. അത് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്താൽ മതി. അപ്പോൾ ആ പീരിയഡ്സ് ആവുന്ന വരെ അപ്പം ബ്ലഡും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുമായിരിക്കും. അങ്ങനെയുണ്ടെങ്കിൽ ആ സമയത്ത് അത് ഒഴിവാക്കിയാൽ മതി. അല്ലാത്ത സമയത്ത് പഠിച്ചെടുക്കാൻ അതിന് മുന്നേയുള്ള സമയം തന്നെ ഉപയോഗിക്കാം. പിന്നെ എല്ലാം താങ്ക് യു ആണ്. ദിവ്യാണ്. പ്രൊലാപ്സ്ഡ് സെക്കൻഡ് സ്റ്റേജ് ആണ്. കപ്പ് ബൾജ് ചെയ്തത് പോലെയാണ് ഉള്ളത്. നടക്കാനൊക്കെ ബുദ്ധിമുട്ട്, എന്താണ് സൊല്യൂഷൻ എന്നുള്ളതാണ്. അത് നമുക്ക് കാരണം ഒരു ഡിസീസ് കണ്ടീഷൻ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റോട് തന്നെ ഡിസ്കസ് ചെയ്തിട്ട് അത് തീരുമാനിക്കണം കേട്ടോ. പിന്നെ അടുത്ത ഐഡിയയിൽ ഞാൻ എത്ര ശ്രമിച്ചിട്ട് ഇൻസേർട്ട് ചെയ്യുന്നതിന് ശേഷം കപ്പ് ഓപ്പൺ ആകുന്നില്ല. സോ ലീക്കേജ് ആകുക, ഫുൾ ഓപ്പൺ ആകുക, എന്താണ് എനിക്ക് ചെയ്യേണ്ടത് എന്നുള്ളത്. ഞാൻ പറഞ്ഞില്ലേ പല മെത്തേഡ് ഉണ്ട്. നമ്മളിപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഈസി എന്നുള്ള ഇങ്ങനെ ഒരു ഇതിൽ വെക്കാം. പിന്നെ നിങ്ങൾക്ക് ചെറുതായിട്ട് ആക്കണം എന്നുണ്ടെങ്കിൽ ഇതിനെ ഒന്ന് ഇങ്ങനെ ഒന്ന് ആക്കിയിട്ട് അപ്പോൾ നമുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് മാക്സിമം ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇത്രയും സൈസിൽ ചെറുതാക്കിയിട്ടും നിങ്ങൾക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇങ്ങനെ വെച്ചു. ഇത് വെച്ചിട്ട് അത് അവിടെ എത്തുമ്പോൾ എന്താ പറയുക, ഇതിൻ്റെ ഒരു മെറ്റീരിയലിൻ്റെ പ്രത്യേകത ഇങ്ങനെ വെച്ച ഉടനെ ഇതങ്ങ് നിവരും. ഇനി നിവരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കൈ പുറത്തേക്ക് എടുത്തിട്ട് പിന്നെ ഇതിങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി. ഇവിടെ മാത്രം പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിന് മാക്സിമം സ്മോൾ സൈസിലേക്ക് ഇങ്ങനെ ചുരുട്ടി വെക്കുക. എന്നിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കൈ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ഓപ്പൺ ആവും. ഇനി ഓപ്പൺ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കപ്പിൻ്റെ പ്രശ്നമാണ്, അതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി ഇല്ലാത്തതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടി നല്ല ബ്രാൻഡിൻ്റെ ഏതെങ്കിലും കപ്പ് വാങ്ങിയാൽ മതിയാവും. ദെൻ പിന്നെ വാഷ് ചെയ്ത ശേഷം ടാപ്പ് ഡ്രൈ മതി, നമുക്ക് വാഷ് ചെയ്ത പാഡ് യൂസ് ചെയ്യാമോ എന്ന് മനസ്സിലാവുന്നില്ല. സ്പെല്ലിങ്സ് മംഗ്ലീഷ് ആയതുകൊണ്ട് സ്പെല്ലിങ്സ് എല്ലാം ഇതായതുകൊണ്ട് ക്ലിയർ ആയില്ല. യൂറിൻ പാസ് ചെയ്യുമ്പോൾ കപ്പ് എടുക്കണമെങ്കിൽ തിരിച്ചു വെക്കുമ്പോഴേ ക്ലീൻ ചെയ്യണം. യൂറിൻ പാസ് ചെയ്യണമെങ്കിൽ കപ്പ് എടുക്കണ്ട. കപ്പ് വെക്കുന്ന സ്ഥലം വേറെയാണ്, നിങ്ങൾ യൂറിൻ പാസ് ചെയ്യുന്ന ഓപ്പണിംഗ് വേറെയാണ്. കപ്പ് എടുക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല. കപ്പ് നിറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6 to 8 hours കഴിയുമ്പോൾ നിങ്ങൾ ഈ കപ്പ് എടുത്തിട്ട് ക്ലീൻ ചെയ്യണം. അതെടുത്തിട്ട് ബ്ലഡ് കളഞ്ഞ ശേഷം നല്ല സോപ്പ് വെള്ളം വെച്ചിട്ട് കഴിക്കാൻ മതി. ഒരു ദിവസം നിങ്ങൾക്ക് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരം എപ്പോഴാണ് സമയം കിട്ടുന്നത് അപ്പോൾ ബോയിൽ ചെയ്യുക. ചിലർ പറയുന്നുണ്ട് ഒരു പീരീഡ്സിൽ നമ്മൾ ഫസ്റ്റ് ഉപയോഗിക്കുമ്പോൾ ബോയിൽ ചെയ്യുക, പിന്നെ പീരീഡ്സ് എല്ലാം ഇടയ്ക്ക് പിന്നെ ഡെയിലി ബ്ലഡ് മാറ്റുമ്പോൾ സോപ്പ് ആൻഡ് വാട്ടർ വെച്ചിട്ട് വാഷ് ചെയ്യുക. പിന്നെ നമ്മുടെ പീരീഡ്സ് എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ ബോയിൽ ചെയ്തിട്ട് എടുത്ത് വെച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ചെയ്യുന്നത് ഡെയിലി ഒരു നേരം എന്തായാലും ബോയിൽ ചെയ്യും. ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അഴിച്ചു മാറ്റുമ്പോൾ മാത്രം സോപ്പ് ആൻഡ് വാട്ടർ വെച്ചിട്ടാണ് കഴുകുന്നത് കേട്ടോ. പിന്നെ കുറേ പേര് കംഫർട്ടബിൾ, ഞാനിത് വീഡിയോ കണ്ട ശേഷം ഉപയോഗിക്കാൻ തുടങ്ങി, വളരെ കംഫർട്ടബിൾ, താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോസ് ഉണ്ട് കേട്ടോ.
പിന്നെ നിസിയാണ്, മാം എൻ്റെ കപ്പ് എപ്പോഴും ലീക്ക് ആവുകയാണ്, തുമ്മുമ്പോഴൊക്കെ ബബിൾസ് വരുന്ന പോലെ ഫീൽ ചെയ്യുന്നു, ഈ പ്രശ്നം എങ്ങനെ ശരിയാക്കും? സൈസ് കറക്റ്റ് ആയിരിക്കില്ല, അതാണ് അതിന് കാരണം കേട്ടോ. സൈസ് കറക്റ്റ് ആവാത്തതുകൊണ്ടാണ്. അപ്പോൾ അതൊന്ന് നെക്സ്റ്റ് സൈസ് വാങ്ങേണ്ടി വരും. പിന്നെ അടുത്ത രചന എന്നുള്ളത്, മാം 3 ഡേയ്സായി മെൻസ്ട്രൽ കപ്പ് ഉപയോഗിച്ച് തുടങ്ങി, കപ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്, ബട്ട് എനിക്ക് ബ്ലഡ് ഫ്ലോ കുറഞ്ഞു, എല്ലാം മൊത്തം എനിക്ക് 3 ദിവസം നല്ലപോലെ ബ്ലഡ് ഫ്ലോ ഉണ്ടാകുന്നതാണ്. പക്ഷെ ഇത് വെച്ചിട്ട് എനിക്ക് ഫ്ലോ നല്ലപോലെ കുറവ് തോന്നുന്നു. ഞാൻ വെച്ചതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ആണോ? പേടിക്കേണ്ടതുണ്ടോ? യാതൊരുവിധ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ബ്ലഡ് ഫ്ലോ എമൗണ്ടും ഈ കപ്പും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നമ്മളിങ്ങനെ വരുന്ന ഒരു സാധനത്തിന് ഒരു പാത്രത്തിൽ ശേഖരിച്ചിട്ട് ഒഴുക്കി കളയുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ബ്ലഡ് ഫ്ലോ ഇതുമായിട്ട് ബന്ധമില്ല. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ കപ്പ് വെക്കുമ്പോൾ പാഡ് വെക്കുമ്പോൾ പെട്ടെന്ന് സോക്കാവും. അപ്പോൾ നമുക്കൊരു അൺകംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ അത് പെട്ടെന്ന് മാറ്റും. ഒരു കുറച്ച് ml ബ്ലഡ് അതിൽ വന്നാൽ തന്നെ നമുക്കൊരു അസ്വസ്ഥതയാണ്. അപ്പോൾ നമ്മൾ അത് ഇടയ്ക്കിടയ്ക്ക് മാറ്റും. അതിൽ ക്ലോട്ടൊക്കെ നമുക്ക് കാണാനും പറ്റും, കട്ട പിടിച്ചതൊക്കെ നമുക്ക് കാണാനും പറ്റും. കപ്പ് വെക്കുമ്പോൾ എന്ന് വെച്ചാൽ ഒരു കുറച്ച് ml ഒന്നും അതിലേക്ക് ഒരു വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. സുഖമായിട്ട് 5 ml 5 to 8 ml ഒക്കെ ഇതിൽ കൊള്ളും. അപ്പോൾ നമുക്ക് എന്താ, ഒരു പ്രാവശ്യം കളയുമ്പോൾ ഇത് ഇത്ര ബ്ലഡേ ഉള്ളൂ എന്നുള്ളൊരു സംശയം വരുന്നതാണ്. മനസ്സിലായില്ല? ഇതിൽ കളക്ട് ചെയ്യുന്നത് കൊണ്ട് വരുന്ന ഒരു ഡൗട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇനി വീഡിയോ ഒത്തിരി നീണ്ടു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഡൗട്ട്സ് ഇപ്പോൾ ഇനിയുണ്ട്, കുറേ കാര്യങ്ങൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ളതുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ ചോദിക്കൂ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ടിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.